ഒരു ഉപകാരവും ചെയ്യാൻ സാധിക്കാത്ത, ശുപാർശകൾ സ്വീകരിക്കപ്പെടാത്ത, പ്രായശ്ചിത്തങ്ങൾ സ്വീകരിക്കപ്പെടാത്ത, ഒരിക്കലും സഹായങ്ങൾ ലഭിക്കപ്പെടാത്ത ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം ഫിർഔനിന്റെ ആളുകളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിച്ച ഒരു കാര്യവും അവർ നിങ്ങൾക്ക് നിന്ദ്യമായ ശിക്ഷയെ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച കാര്യം, അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളെ ബലിയെറുത്ത അല്ലെങ്കിൽ വധിച്ചു കളഞ്ഞുകൊണ്ട്, നിങ്ങളുടെ സ്ത്രീകളെ വെറുതെ വിട്ട് കളഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള കഠിനമായ ശിക്ഷകളിൽ നിന്ന്, ഫിർഔനിന്റെ ആളുകളിൽ നിന്ന് നിങ്ങളെ അല്ലാഹു സംരക്ഷിച്ചതിനെ കുറിച്ച്, ആ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നത്. വഇദ് ഫറഖ്നാ ബികുമുൽ ബഹ്റ ഫഅൻജയ്നാകും വഅഗ്റഖ്നാ ആല ഫിർഔന വഅൻതും തൻദുറൂൻ. ഈ ആയത്തുകളിൽ അടങ്ങിയ അതിന്റെ പാരായണ നിയമങ്ങളും വ്യാകരണ നിയമങ്ങളും നമുക്ക് ഒരുമിച്ച് പഠിച്ചു പോകുവാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ وَأَغْرَقْنَا آلَ فِرْعَوْنَ وَأَنْتُمْ تَنْظُرُونَ. وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ وَإِذْ فرقنا ഖാഫിന് സുക്കൂനാണ്, ഖൽഖലത്തിന്റെ അക്ഷരമാണ്. വഇദ് ഫറഖ്നാ എന്നാൽ ദാലിനെ സംബന്ധിച്ചിടത്തോളം അത് ഖൽഖലത്തല്ല. അപ്പോൾ അതുകൊണ്ട് ഫറഖ് എന്ന് ഉച്ചരിക്കുന്നത് പോലെ അല്ല ഉച്ചരിക്കേണ്ടത്. വഇദ് ഫറഖ്നാ ബികുമുൽ ബഹ്റ വഇദ് ഫറഖ്നാ ബികുമുൽ ബഹ്റ وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ സുക്കൂനായ നൂനിന് ശേഷം ജീമ് എന്ന അക്ഷരമാണ്. അതുകൊണ്ട് അവിടെ ഇഖ്ഫാഇന്റെ നിയമമാണുള്ളത്. فَأَنْجَيْنَاكُمْ وَأَغْرَقْنَا ഖാഫിന് വീണ്ടും അവിടെ സുക്കൂനാണ്, അത് ഖൽഖലത്തിന്റെ അക്ഷരത്തിൽപ്പെട്ടതാണ്. എന്നാൽ അതേസമയം ഖൈന് ഖൽഖലത്തിന്റെ അക്ഷരത്തിൽപ്പെട്ടതല്ല. അപ്പോ വഅഗ്റഖ്നാ എന്ന രൂപത്തിലല്ല, മറിച്ച് وأغرقنا آل فرعون. أغرقنا അവിടെ മദ്ദുണ്ട്, മദ് മുൻഫസിലാണ് അല്ലെ, മദ് മുൻഫസിലാണ്. രണ്ട് പദങ്ങളിലായിട്ടാണ് ആ മദ് കടന്നു വന്നിട്ടുള്ളത്. അഗ്റഖ്നാ എന്നതിന് ശേഷം ആല. അപ്പൊ അതുകൊണ്ട് അവിടെ 3-4 ഹർക്കത്തിന്റെ ദൈർഘ്യത്തിലാണ് പാരായണം ചെയ്യേണ്ടത്. فَأَنْجَيْنَاكُمْ وَأَغْرَقْنَا آلَ فِرْعَوْنَ وَأَنْتُمْ تَنْظُرُونَ. آلَ فِرْعَوْنَ ആല ഫിർഔന അവിടെ തർഖീഖായി ഉച്ചരിക്കണം. ഫിറാക്ക് സുക്കൂനാണ്, അതിന് മുമ്പുള്ള അക്ഷരമായ ഫാക്ക് കസ്റാണ്. ഫാക്ക് ശേഷം വന്ന അക്ഷരത്തിന് ഐനിന് ഫത്ഹുമാണ്. അവിടെ തർഖീഖാക്കി ഉച്ചരിക്കണം.
എന്ന് പറഞ്ഞാൽ ഫിർഔന വഅൻതും തൻദുറൂൻ. വീണ്ടും വഅൻതും തൻദുറൂൻ. അവിടെ രണ്ട് സ്ഥലത്ത് ഇഖ്ഫാഇന്റെ നിയമങ്ങളുണ്ട്. വഅൻതും സുക്കൂന നൂന് ശേഷം താ വന്നിട്ടുണ്ട്, സുക്കൂന നൂന് ശേഷം വ എന്ന അക്ഷരവും വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ രണ്ട് സ്ഥലത്തും മറച്ച് മണിച്ച് ഓതേണ്ടതുണ്ട്. وأغرقنا آل فرعون وأنتم تنظرون. وإذ فرقنا നമുക്കറിയാം സന്ദർഭത്തെ ഓർക്കുക എന്നതാണ്. സന്ദർഭത്തെ ഓർക്കുകയും ചെയ്യുക, സന്ദർഭവും നിങ്ങൾ ഓർക്കുക. വഇദ് ഫറഖ്ന, വഇദ് എന്ന് പറഞ്ഞാൽ അവിടെ സന്ദർഭവും എന്നർത്ഥം കൊടുക്കാം. ഫറഖ്ന നാം പിളർത്തിയ, ഫറഖ്ന നാം പിളർത്തി. ബികുമുൽ ബഹറ, ബിക്കും നിങ്ങൾ നിമിത്തം, അൽ ബഹറ സമുദ്രത്തെ. അപ്പോൾ നിങ്ങൾ നിമിത്തം സമുദ്രത്തെ നാം പിളർത്തിയ ആ സന്ദർഭവും ഓർക്കുക. ഫഅൻജയ്നാകും അങ്ങനെ നിങ്ങളെ നാം രക്ഷപ്പെടുത്തി. വഅഗ്റഖ്ന നാം മുക്കി നശിപ്പിക്കുകയും ചെയ്തു. ആല ഫിർഔന ഫിർഔനിന്റെ കൂട്ടരെ. വഅൻതും നിങ്ങൾ ആയിരിക്കെ തൻദുറൂൻ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നു. വഇദ് ഫറഖ്ന നമുക്കറിയാം നേരത്തെ വഇദ് നജ്ജയ്നാകും എന്ന് പറഞ്ഞ് ആ ആയത്തിന് ശേഷം വഇദ് ഫറഖ്ന അല്ലാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വാവ് എന്താണ്? ഹർഫ് ഇസ്തിനാഫാണ് അല്ലേ? ഹർഫ് ഇസ്തിനാഫാണ്. ശരി. ഫറഖ്ന 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 ഫറഖ യഫ്റുഖു എന്നാണ്. ഫറഖ യഫ്റുഖു ഫർഖ് അല്ലെങ്കിൽ ഫുർഖാൻ രണ്ടും. ഫറഖ യഫ്റുഖു ഫർഖുൻ. ഫറഖ മാദിയാണ്, യഫ്റുഖു മുദാരി. ഫർഖുൻ അതിന്റെ മസ്ദർ. ഫറഖ പിളർത്തി, യഫ്റുഖു പിളർത്തുന്നു, ഫർഖുൻ പിളർന്നത് അല്ലെങ്കിൽ പിളർത്തൽ. ഫുർഖാൻ അതിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന മറ്റൊരു മസ്ദറാണ്. وقرآنا فرقناه لتقرأه على الناس على مكث. സൂറത്തുൽ ഇസ്രായിലെ ഒരു വചനമാണല്ലോ. അവിടെ ഫറഖ്ന എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അവിടെ ഉപയോഗിച്ചത് എന്താണ്? വേർതിരിച്ചിരിക്കുന്നു എന്നത്. ഖുർആനൻ, ആ ഖുർആനിനെ ഫറഖ്നാഹു നാം വേർതിരിച്ചിരിക്കുന്നു, അതിനെ നാം വേർതിരിച്ചിരിക്കുന്നു. ലിതഖ്റഅഹു താങ്കൾ പാരായണം ചെയ്യുന്നതിന് വേണ്ടി, അലന്നാസി ജനങ്ങൾക്ക്, അലാ മുക്സിൻ സാവകാശത്തോടു കൂടി. അപ്പൊ അവിടെ ഫറഖ്ന എന്നത് വേർതിരിച്ചു എന്ന അർത്ഥത്തിലാണ്. അവിടെ ഇത് ഫറഖ്ന ബികുമുൽ ബഹ്റ അവിടെ ഉദ്ദേശിക്കുന്നത് പിളർത്തി എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ഫറഖ്ന അവിടെ ഫറഖ്ന എന്നത് എന്താകുന്നു? ഫിഅല് ഫറഖ്ന ഫറഖ് കഴിഞ്ഞിട്ട് പിന്നെ ന ആണ് വരുന്നത്. അതിൽ ന ചേരാം അല്ലെ? ഫറഖ്ന. അപ്പോ അവിടെ ഫറഖ് എന്ന് പറയുമ്പോ
فعل ماضي فعل ماضي مبني على السكون لا مبني على السكون ഫറഖ് എന്ന് പറയുമ്പോൾ നാ എന്ന് പറയുമ്പോൾ ഫറഖ്ന എന്ന് പറയുന്ന നാ ളമീർ സലാം ളമീർ ഏതാണത് മുസ്തത്തിറാണ് മബ്നിയുൻ അല സുകൂൻ في محل رفع فاعل അല്ലേ ഫാഇലിന്റെ സ്ഥാനത്താണത് വരുന്നത് ശരി في محل رفع فاعل وإذ فرقنا بكم ബിക്കും അല്ലെ ബിക്കും എന്നത് ബി കൂട്ടണം ബിക്കും ബി എന്ന് പറയുന്നത് ഹർഫ് ജർ ശരി ഹർഫ് ജറാണ് കും എന്നത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ബിക്കും ളമീറാണ് അല്ലെ എന്ത് ളമീറാണത് ളമീർ മുത്തസിലാണ് ജാറു മജ്റൂർ ആയിട്ട് വരും അതെ ളമീർ മുത്തസിൽ മബ്നിയുൻ അല സുകൂൻ അല്ലേ മബ്നിയുൻ അല സുകൂൻ في محل جر കാരണം ഇസ്മ മജ്റൂർ അല്ലേ മജ്റൂർ കും എന്ന് പറയുന്നു وإذ فرقنا بكم البحر البحر ബഹ്റുൻ എന്ന് പറഞ്ഞാൽ സമുദ്രം ബഹ്റുൻ എന്ന് പറഞ്ഞാൽ സമുദ്രമാണ് ബഹ്റുൻ എന്ന് പറഞ്ഞാൽ സമുദ്രമാണ് അത് നക്കിറയായ ഒരു പദമാണ് അതിലേക്ക് അലിഫ് ലാം ചേർത്തു അല്ലേ അൽ ബഹ്റ എന്ന് പറയുമ്പോൾ അത് മാരിഫയായി അൽ ബഹ്റ അപ്പോൾ അൽ ബഹ്റ എന്നത് മഫ്ഊൽ ബിഹി ആണ് അല്ലേ മഫ്ഊൽ ബിഹി മൻസൂബാണ് അൽ ബഹ്റ എന്ന് പറയാം ഇത് ഫറഖ്നാ ബികുമുൽ ബഹ്റ വഇദ് ഫറഖ്നാ അൽ ബഹ്റ ബികും എന്നർത്ഥം വഇദ് ഫറഖ്നാ അൽ ബഹ്റ ബികും നാം ഫറഖ എന്ന പദത്തിന്റെ ഫാഇൽ അവിടെ ആരാകുന്നു വഇദ് ഫറഖ്നാ നാം പിളർത്തി എന്ന ഫറഖ്ന എന്ന ഇതിലുള്ള ഫാഇൽ ആ ഫാഇലിനെ കുറിച്ച് നമ്മൾ നേരത്തെ അതിന്റെ തഖ്ദീർ പറഞ്ഞിട്ടില്ല ഫറഖ്ന എന്നതിലുള്ള ഫാഇൽ നഹ്നു ആണ് നഹ്നു എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അത് മടങ്ങുന്നത് എങ്ങോട്ടാകുന്നു വഇദ് ഫറഖ്ന അല്ലാഹുവിലേക്കാണ് മടങ്ങുന്നത് അല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ എന്താണ് ഈ രൂപത്തിലാണ് പറയാ അത് എങ്ങനെയാണ് ആദര സൂചകം ബഹുമാന സൂചകം എന്ന അർത്ഥത്തിലാണ് നഹ്നു അവിടെ പ്രയോഗിക്കപ്പെടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എന്ത് പ്രവൃത്തിയെ സംബന്ധിച്ച് പറയുമ്പോഴും നഹ്നു ഇന്നാ നഹ്നു നസ്സൽന ദിക്റ അല്ലേ നാമാണ് ഇതിനെ അവതരിപ്പിച്ചത് എന്ന് നാം എന്ന അർത്ഥത്തിലാണ് നാം അത് ഒരു രാജാവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാളെ സംബന്ധിച്ച് സാധാരണ അവരൊക്കെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് നാം എന്നത് സ്വയം പിന്നെ അവർക്കുള്ള ആ ആദരവിനെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്ന പദമായിട്ടാണ് അത് തന്നെയാണ് ഇവിടെ പറയുന്നത് വഇദ് ഫറഖ്നാ ബികുമുൽ ബഹ്റ
അപ്പോൾ ഇത് ഫറഖ്ന നാം പുലർത്തി. എന്തിനെയാണ് പുലർത്തിയത്? അൽ ബഹറ. ഇത് ഫറഖ്ന അൽ ബഹറ. അതിന്റെ ഇടയിലാണ് ബിക്കും വന്നത്. ബിക്കും നിങ്ങളെ, ബിക്കും നിങ്ങൾ നിമിത്തം എന്ന അർത്ഥത്തിൽ, നിങ്ങൾ കാരണം. അതിന്റെ വിശദാംശങ്ങൾ പിന്നെ നമുക്ക് പഠിക്കാം. وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ ഇവിടെ فَأَنْجَيْنَاكُمْ فَأَنْجَيْنَاكُمْ എന്നതിലുള്ള ഫ എന്താകുന്നു? അങ്ങനെ ഫഅൻജൈനാക്കും, അങ്ങനെ നാം നിങ്ങളെ രക്ഷപ്പെടുത്തി എന്നാണ് അതിന്റെ അർത്ഥം. ഫഅൻജൈനാക്കും, അങ്ങനെ നാം നിങ്ങളെ രക്ഷപ്പെടുത്തി. അവിടെ ഫ എന്ന് പറയുന്നത് അത്ഫിന്റെ, അത് മക്കളിലേക്ക് അത്ഫ് ചെയ്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അത്ഫിന്റെ വാവാണ്. ഹർഫ് അത്ഫായിട്ടാണ് വരുന്നത്. വൈദ് ഫറഖ്ന എന്നതിലേക്ക് അത്ഫ് ചെയ്തുകൊണ്ട് പറയാം. ഫഅൻജൈനാക്കും, ഫഅൻജൈനാക്കും അൻജ. നമ്മള് ഇത് നജ്ജൈനാക്കും എന്ന ഇതിന് തൊട്ടു മുമ്പുള്ള ആയത്തിൽ അവിടെ നജ്ജൈനാക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. നജ എന്നതിൽ നിന്ന് നജ എന്നതിൽ നിന്നാണ് നജ്ജ ഉണ്ടായത്. നജ, അതിന്റെ അടിസ്ഥാന പദം നജ എന്നാണ്. നജ്ജ രക്ഷപ്പെടുത്തി. അത് അതിന്റെ ഫഅല വസ്നിലാണ് വരുന്നത്, നജ്ജ. എന്നാൽ ഇവിടെ അഫ്അല വസ്നില് അൻജ എന്ന് വരുന്നു. അൻജ എന്ന് വരുന്നു. അൻജ യുൻജി. അൻജ യുൻജി. ഇതിന്റെ മസ്ദർ വരുന്നത് ഇൻജാ എന്നാണ്. ഇൻജാ. ഇവിടെ അതിന്റെ അർത്ഥം അൻജൈനാകും, അങ്ങനെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു. അൻജ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തി. അൻജൈന അതിന്റെ ഏത് സീഗയാണ്? അൻജൈന എന്ന് പറയുമ്പോൾ അതിന്റെ സീഗ ഏതാണ്? മുതകല്ലിമ ജമ്മ അല്ലെ? മുതകല്ലിമ ജമ്മ. ഫഅൻജൈന നാം രക്ഷപ്പെടുത്തി. നാം രക്ഷപ്പെടുത്തി. അപ്പോൾ അങ്ങനെ നാം രക്ഷപ്പെടുത്തി. ഫഅൻജൈന എന്നത് നാം രക്ഷപ്പെടുത്തി. അൻജൈന. അപ്പോ ഫ എന്നത് അത്ഫിന്റെ അക്ഷരമാണെന്ന് പറഞ്ഞു. അൻജൈന എന്നത് ഫിഅൽ മാദി അൻജൈ. അൻജൈനാക്കും എന്ന് പറയുമ്പോൾ അൻജൈനാക്കും ഫിഅൽ മാദി അല്ലേ? ഫിഅൽ മാദി മബ്നിയുൻ അല സുകൂൻ. അത് മബ്നിയുൻ അല അൻജൈന എന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? ലമീർ മുസ്തതിറായി വരുന്നു. ലമീർ എന്താണ്? മബ്നിയുൻ അല സുകൂനി ഫീ മഹല്ലി റഫ്ഉ ഫാഇൽ അല്ലെ? അത് തന്നെ. അങ്ങനെ തന്നെയാണ് ഫഅൻജൈനാക്കും. ഫഅൻജൈന എന്നത്. അപ്പൊ ഇവിടെ നേരത്തെ വൈദ് ഫറഖ്ന എന്ന് പറഞ്ഞു.
അൽ ബഹ്റ, എന്തിനെയാണ് പുലർത്തിയത്? കടലിനെയാണ്, സമുദ്രത്തെയാണ് പുലർത്തിയത്. ഫറഖ എന്നതിന്റെ ആ ഫിഅലിൽ നിന്നുണ്ടാകുന്ന ഫാഇൽ നഹ്നു എന്ന ആ ളമീർ. എന്നാൽ അതിന്റെ മഫ്ഊൽ ബിഹി ബഹ്റാൻ. അതിനുശേഷം അൻജൈന, വീണ്ടും അൻജൈന, നാം രക്ഷപ്പെടുത്തി. അതിലും ഫാഇൽ എന്താകുന്നു? ഫാഇൽ എന്താകുന്നു? നഹ്നു അല്ലെ, അതിന്റെ തഖ്ദീർ നഹ്നു ആണ്. അതിന് മഫ്ഊൽ ബിഹി എന്താകുന്നു? അതാണ് ഇവിടെ കും എന്ന് വരുന്നത്, നിങ്ങളെ. കും എന്നത് അതാണ് ളമീർ മബ്നിയുൻ അല സുകൂനി ഫി മഹല്ല് നസ്ബ് മഫ്ഊൽ ബിഹി. അതെ, അത് തന്നെ, ഫി മഹല്ല് നസ്ബ് മഫ്ഊൽ ബിഹി. فأنجيناكم ضمير متصل تقديره أنتم. أنجيناكم. അതെ, കും എന്നതിന്റെ ളമീർ മുത്തസിലാണ്, അതിന്റെ തഖ്ദീർ അൻതുമാണ് അല്ലേ, കും എന്ന് പറയുന്നത്. മാഷാ അല്ലാഹ്. വഅഗ്റഖ്ന, വ എന്ന് പറയുന്നത് വീണ്ടും അത്ഫിന്റെ വാവ് തന്നെ അല്ലേ. വഅഗ്റഖ്ന, അഗ്റഖ്ന, അഗ്റഖ, غرق يغرق، غرق يغرق, മുങ്ങി എന്നാണ്. غرق يغرق, غرق. ആണ് أغرق أفعل وزن. ഈ വസനുകളെ കുറിച്ച് പറയുമ്പോൾ ഉള്ളൊരു ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് അൽബലാഗയിൽ ഗ്രേഡ് 1 പഠിക്കുന്ന ഒരു പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ വസനുകളെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ അത് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗരിഖ യഗ്റഖു, ഗർഖ്, അതിന്റെ അഫ്അല വസനാണ് അഗ്റഖ. അഗ്റഖ്ന, അവിടെ അഗ്റഖ എന്നത് ഫിഅൽ മാദിയാണ്. അഗ്റഖ് എന്ന് പറയുമ്പോൾ ഫിഅൽ മാദി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മബ്നിയുൻ അല സുകൂൻ. അഗ്റഖ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ഞാനത് ഇനി എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. എന്ന് പറയുന്നത് ളമീറാണ് മബ്നിയുൻ അല സുകൂനി ഫി മഹല്ലി റഫ്ഇ ഫാഇൽ അല്ലേ. ഫായിലിന്റെ സ്ഥാനത്താണ് ഇത് വരുന്നത്, എന്നത്. അത് ഇത് അവിടെയുള്ള അഗ്റഖ്ന എന്നതിലുള്ള ഫാഇൽ അതെന്താകുന്നു? ആ ഫിഅലിൽ അടങ്ങിയിട്ടുള്ള ളമീർ മുസ്തതിറായ നഹ്നു എന്ന തഖ്ദീറിൽ വരുന്നതാകുന്നു അല്ലെ, എന്ന് പറയുന്നത്. അപ്പൊ ആ തഖ്ദീറിൽ വരുന്ന അതാണ് ഇവിടെ ഫാഇലായി വരുന്നത്. അഗ്റഖ്ന ആല ഫിർഔന, നാം മുക്കി. അഗ്റഖ എന്ന് പറഞ്ഞാൽ മുക്കി എന്നാണ്. ഗരിഖ എന്ന് പറഞ്ഞാൽ മുങ്ങി. അഗ്റഖ മുക്കി. മനസ്സിലായല്ലോ? അത് വ്യത്യാസം മനസ്സിലായല്ലോ? അഫ്അല വസനിലാണത് വരുന്നത്. ആല ഫിർഔന, ആലു, ഇവിടെ ആലു എന്ന് പറഞ്ഞാൽ ആലുൻ, കുടുംബം. ആലുൻ എന്നത് ആളുകൾ എന്നർത്ഥം. ആലുൻ എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ, അല്ലെങ്കിൽ അതിന്റെ കൂട്ടക്കാർ, അല്ലെങ്കിൽ ആളുകൾ, അതിന്റെ അഹ്ലുകാർ എന്ന അർത്ഥത്തിലാണ് വരിക. ആലുൻ, ആലുൻ. ഇവിടെ ആലു, അതിലേക്ക് ഫിർഔൻ, ഫിർഔനിന്റെ ആളുകൾ എന്ന അർത്ഥത്തില് ആലുൻ കൂട്ടണം ഫിർഔൻ. അവിടെ ആലു, അതിലേക്ക് ഫിർഔനിന്റെ ആളുകൾ എന്ന അർത്ഥത്തിൽ ആലു
ഫിർഔന ആലു ഫിർഔൻ. ഫിർഔനു എന്നുള്ളത് ഫിർഔന എന്നായി മാറുന്നു. കാരണം മുളാഫ് ഇലൈഹി അത് മജ്റൂറാണ്. ഫിർഔന എന്നത് ആലു ഫിർഔന, ആലുൻ എന്നതിന്റെ തൻവീന് നഷ്ടപ്പെടുന്നു, പകരം ആലു എന്നാകുന്നു. കാരണം അത് മുളാഫ് ആയതുകൊണ്ട് അതിലേക്ക് ഇളാഫത്ത് ചെയ്യുന്നു. ആലുൻ എന്ന് പറഞ്ഞാൽ ആളുകൾ, ഫിർഔന് എന്ന് പറഞ്ഞാൽ ഫിർഔൻ. ഫിർഔനിന്റെ ആളുകൾ എന്ന അർത്ഥത്തിലാണ് ആലു ഫിർഔന എന്ന് വരുന്നത്. അവിടെയാണ് ഫിർഔനിന്റെ എന്ന അർത്ഥത്തിലാണ്. അതാണ് മുളാഫ് ഇലൈഹി എന്ന് പറയുന്നത്. മുളാഫ് ഇലൈഹി. മറ്റുള്ളവർ മനസ്സിലാക്കാത്തവർ ഒന്ന് ശരിക്കും മനസ്സിലാക്കുക. അപ്പോ ആലു ഫിർഔൻ. وإذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون. അവിടെ ആല എന്നാകാനുള്ള കാരണം എന്തായപ്പം? മഫ്ഊൽ ബിഹി. ആല എന്നാകാനുള്ള കാരണം മഫ്ഊൽ ബിഹി മൻസൂബ് അല്ലേ? ആല എന്നത് മഫ്ഊൽ ബിഹി മൻസൂബാണ്. അപ്പോൾ وأغرقنا آل فرعون وأنتم تنظرون. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ അല്ലെങ്കിൽ നോക്കി കണ്ടുകൊണ്ടിരിക്കെ എന്നർത്ഥം. അവിടെ വരുന്ന വാവ് ഹാലിന്റെ വാവാണ് അല്ലെ? വാവു ഹാലിയയാണ്. ഹാലിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന അർത്ഥത്തിലല്ല, നിങ്ങൾ കാണുകയും ചെയ്യുന്നു നോക്കുകയും ചെയ്യുന്നു എന്ന അർത്ഥത്തിലല്ല, മറിച്ച് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ ഫിറഔനിന്റെ ആളുകളെ നാം മുക്കുകയും ചെയ്തു എന്നാണ്. ഫഅഗ്റഖ്ന ആല ഫിറഔന വഅൻതും തൻദുറൂൻ. അവിടെ അൻതും ളമീർ എന്താണത്? മുൻഫസിലായി വന്ന അല്ലേ ളമീറാണ്. മബ്നിയുൻ അലാ അസ്സുകൂൻ. അൻതും മബ്നിയുൻ അലാ അസ്സുകൂൻ. വഅൻതും ഫീ മഹല്ലി റഫ്അ. ഫീ മഹല്ലി റഫ്അ ആണ്. എന്താ കാരണം? മുബ്തദ ആണ് അല്ലേ? മുബ്തദ ആയതുകൊണ്ട്. വഅൻതും തൻദുറൂൻ. നളറ യൻദുറു. നളറ നോക്കി, യൻദുറു നോക്കുന്നു. നളറ യൻദുറു. നളറുൻ നളറ യൻദുറു. فأنتم تنظرون. نظر ينظر مضارعان. ينظر ينظران ينظرون. تنظر تنظران ينظرن. تنظر تنظران تنظرون. തന്ദുറൂനയാണ് ഇവിടെ അല്ലെ? ഇവിടെ തന്ദുറൂന എന്നതിന്റെ സീഗ എന്താണ്? അതിന്റെ സീഗ എന്താണ്? എന്താണ്? തന്ദുറൂന എന്നതിന്റെ ജമ്മ ഹാദിർ മുദക്കർ ജം അല്ലെ? ഇങ്ങനെയാണ് വരാം. തന്ദുറൂന. അവിടെ തന്ദുറൂന എന്നത് അത് ഫിഅൽ മുദാരിയാകുന്നു. അതിൽ വാവുൽ ജമാഅത്ത് ളമീറുൻ മബ്നിയുൻ അലാ സുകൂനി ഫീ റഫ്ഇ ഫാഇൽ അല്ലേ? വാവുൽ ജമാഅത്ത് തൻദുറൂന. അവിടെയുള്ള വാവുൽ ജമാഅത്ത് ഇവിടെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ എന്താണ്? വഅൻതും തൻദുറൂൻ. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കെ എന്നർത്ഥം. വഅൻതും തൻദുറൂൻ. തൻദുറൂന എന്നത് നിങ്ങൾ നോക്കുന്നു എന്നർത്ഥം. നിങ്ങൾ നോക്കുന്നു. തൻദുറൂന. വഅൻതും വാവ് വന്നതുകൊണ്ട് അവിടെ ഹാലിന്റെ വാവായതുകൊണ്ട്
വതൻദുറൂൻ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ. അൻതും എന്നത് ഒന്നുകൂടി അവിടെ തൗക്കീദിന് വേണ്ടിയിട്ട് പറയാം. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ എന്ന് ഒന്നുകൂടി ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. وإذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. എന്നെനിക്ക് അല്പം നേരത്തെ നിർത്തേണ്ടതുണ്ട്. അല്പം കുറച്ച് നേരത്തെ ജോലിക്ക് പുറപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ നല്ല രൂപത്തിൽ ഇത് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും അതിലടങ്ങിയ ആശയവും അതുപോലെ തന്നെ അതിലടങ്ങിയ എല്ലാ ഇൽമുകളും കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മൾ പരമാവധി പരിശ്രമിക്കുക. പരമാവധി നമ്മൾ വായിക്കുക, പഠിക്കുക. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് അത് സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങളും പോരായ്മകളും അവൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ചെയ്യുവാൻ ഉള്ള പ്രചോദനവും അതുപോലെ തന്നെ താല്പര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ കൂടുതൽ ജനിപ്പിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.